നമുക്ക് മത്സര പരീക്ഷയ്ക്ക്, സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ 5th സ്റ്റാൻഡേർഡ് മുതൽ അങ്ങോട്ടാണ്. 5th, 6th, 7th സ്റ്റാൻഡേർഡുകളിൽ ഉള്ള പാഠഭാഗങ്ങൾ, പ്രത്യേകിച്ച് കണക്ക്, സയൻസ്, സോഷ്യൽ, ഈ 3 വിഷയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ആ 5th സ്റ്റാൻഡേർഡിലെ ചോദ്യം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ തുടങ്ങുന്നത്. കോഹോസ്റ്റായ കുട്ടികളൊക്കെ വീഡിയോ ഓൺ ചെയ്ത, എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിലുള്ള പ്രതീതി എനിക്ക് കിട്ടും. നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. പറ്റുന്നവർ ചെയ്താൽ മതി. അപ്പൊ നല്ല ഫ്രഷായിട്ട്, കുളിച്ചൊക്കെ ഫ്രഷായിട്ടിരിക്കുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളൊക്കെ ക്ലാസ്സിലിരിക്കുക, ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് അറിയിച്ച് തരുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഇനിയും സ്കൂളുകളിൽ നിന്ന് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ, എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി കിട്ടും. പലരുടെയും ഭാഗത്തുള്ള സംശയങ്ങൾ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ടോപ്പിക്കിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഓരോ ഫസ്റ്റ് വോളിയത്തിൽ പഠിക്കാനുള്ള 2ഉം 3ഉം 1ഉം 2ഉം 3ഉം ടോപ്പിക്കുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും, പ്രത്യേകിച്ച് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളും ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ഞാനൊരു ചോദ്യം വെച്ച് തുടങ്ങാം. നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യം, അതിനുള്ള മറുപടിയാണ് നിങ്ങൾ തരേണ്ടത്. 6⁻² into 15⁻³ into 10. എഴുതിക്കോളൂ. 6⁻² into 15⁻³ into 10. ഇവിടെ ഈ 6⁻² എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ അത് പഠിക്കും. 6 എന്ന സംഖ്യയെ 2 തവണ എഴുതി ഗുണിക്കലാണ്. 6 6 36. 15⁻³ എന്ന് പറഞ്ഞാൽ 15 into 15 into 15 ആണ്. 3 times ആണ്. 10 എന്ന് മാത്രമല്ല 10⁻1 ആണ്. ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇതുകൊണ്ട് ഒരു 3 ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം നോട്ട് ചെയ്തോളൂ. ഹൗ മെനി ഫാക്ടേഴ്സ് how many even factors, how many odd factors, how many prime factors? ആരാധ്യ, Yes, sir. എന്റെ ചോദ്യം ഒന്ന് വായിച്ചു. How many factors? How many even factors? How many odd factors? How many prime factors? ഒരു ചോദ്യം കൊണ്ട് 4 ഉപചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ മത്സര പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ വിശദീകരണം ഞാൻ തരണോ, അല്ലെങ്കിൽ ഇതിന്റെ 4ന്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുമോ? മൈക്ക് ഓൺ. മലയാളത്തിൽ ക്വസ്റ്റ്യൻ പറയൂ. മലയാളത്തിലും പറയാം. വെരി ഗുഡ്, നല്ല ചോദ്യമാണ് ആ ചോദിച്ചത്. മലയാളത്തിൽ ചോദ്യം പറയാം. 6 ഘാതം 2, 15 ഘാതം 3, 10. ഈ സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട്? എത്ര ഘടകങ്ങൾ ഉണ്ട്? ആ ഘടകങ്ങളിൽ എത്ര ഇരട്ട സംഖ്യാ ഘടകങ്ങളുണ്ട്?
ഇരട്ട സംഖ്യകൾ എത്ര ഉണ്ട്? ആ ഘടകങ്ങളിൽ എത്ര ഒറ്റ സംഖ്യാ ഘടകങ്ങളുണ്ട്? ഒറ്റ സംഖ്യകൾ എത്രയുണ്ട്? ആ ഘടകങ്ങളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അഭാജ്യ ഘടകങ്ങൾ എന്നും പറയും ചുരുക്കിയിട്ട്. അഭാജ്യ ഘടകങ്ങളുണ്ട്. ഈ 4 ചോദ്യത്തിനും ആൻസർ നിങ്ങൾ സ്വയം ചെയ്യുമോ, അതല്ല ഞാൻ ഇവിടുന്ന് ചെയ്ത് കാണിക്കണോ? എന്തായാലും ഒന്നും മിണ്ടാത്തത്? മാഷ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരണം. ഇതേ രീതിയിൽ ഞാൻ വേറൊരു ചോദ്യം തന്നാൽ, ഇതിനേക്കാളും ചെറുത് തന്നാൽ നിങ്ങൾ സ്വയം കണ്ടെത്തുമോ? ശരി, മൈക്ക് മ്യൂട്ട് ചെയ്തു. ഫർമിൻ ജോസ്, ഷാൽ വി സ്റ്റാർട്ട്? ഫെർമിൻ ജോസിന്റെ മൈക്കിന് ഇപ്പോഴും പ്രശ്നം. സാരില്ല, നമുക്ക് ഈ ചോദ്യം ഇവിടെ വെച്ചുകൊണ്ട് ഈ ചോദ്യം അടുത്ത പേജിലേക്ക് ഞാൻ മാറ്റി എഴുതുകയാണ്. ചോദ്യം ഇതാണ്: 6⁻² into 15⁻³ into 10 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെയുള്ള ഈ എല്ലാ സംഖ്യകളും ഒന്ന് 6 ആണ്, മറ്റൊന്ന് 15 ആണ്, മറ്റൊന്ന് 10 ആണ്. ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. And what is a composite number? A composite number has more than 2 factors. A composite number has more than 2 factors. And what is a prime number? A prime number has only 2 factors. അഭാജ്യ സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. And what are the factors? ആ അഭാജ്യ സംഖ്യയുടെ 2 ഘടകങ്ങൾ ആരൊക്കെയായിരിക്കും? 1 പിന്നെ 1 and that number itself. ഒന്നും അതേ സംഖ്യയും ഘടകങ്ങളായിട്ട് വരുന്നതിനെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. ഏതൊരു മത്സര പരീക്ഷയ്ക്കും അഭാജ്യ സംഖ്യകളില്ലാത്ത, അതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ചോദ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 25 അഭാജ്യ സംഖ്യയിൽ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. A prime number has only 2 factors. 2 is the least prime number, 2 is the least even number, 2 is the only prime number, even number. There are 25 prime numbers between 1 and 100. There are 73 composite numbers between 1 and 100. എന്ന് പറഞ്ഞാൽ 1 പെടില്ല, 100 പെടില്ല. അങ്ങനെയാണെങ്കിൽ 73 ഉണ്ടാവും കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സിൽ which is the least composite number? ഇങ്ങനെ കാണിച്ചിട്ടില്ല. 4. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ 4? 4. അപ്പൊ ഇവിടെ 6ഉം 15ഉം 10ഉം കോമ്പോസിറ്റ് നമ്പർ ആയ സ്ഥിതിക്ക് you had to change into the multiple of prime numbers. അതാണ് ആദ്യത്തെ ജോലി. ഇവരെ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 6നെ നിങ്ങൾക്ക് 2 into 3 എന്ന പ്രൈം നമ്പർ ആയിട്ട് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെയുള്ള ഈ 2നെ പവർ എന്നാണ് പറയുക. പവർ അല്ലെങ്കിൽ കൃതി അല്ലെങ്കിൽ എക്സ്പൊണന്റ്. ഇവയെ ഈ 2നെ എടുത്തിട്ട് ഇതിന്റെ പുറത്തേക്ക് ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുള്ള ചോദ്യം 15⁻³ ഞാൻ എന്തോ ചെയ്യണം? 5 into 3. 5 into 3 or 3 into 5 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 3 എന്ന് എഴുതി. ഇൻറ്റു 10നെ ഞാൻ എന്ത് ചെയ്യണം? 2 into 5. 2 into 5 എന്ന് എഴുതി. ദേവപ്രിയ 2 into 5 എന്ന് എഴുതി. ഇപ്പൊ ഞാൻ അവകാശപ്പെടുന്നു പ്രൈം നമ്പർ, പ്രൈം നമ്പർ, പ്രൈം നമ്പർ, പ്രൈം നമ്പർ, പ്രൈം നമ്പർ, പ്രൈം നമ്പർ. മാത്രമല്ല നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്
അവയ്ക്ക് മേലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ഒന്നങ്ങിട്ട് കൊടുക്കുക. ഒരു സംഖ്യ ഒറ്റക്ക്, ഒരു എണ്ണൽ സംഖ്യ ഒറ്റക്ക് നിന്നാൽ അതിന് ഒരു പവർ ഉണ്ട്, അത് ഒന്നാണ്. നമ്മൾ ഇപ്പൊ അത് കാണിക്കണം. ആ ഒന്നിനെ കൊണ്ട് ആവശ്യമുണ്ട്. നീക്കോ നിലവിലൊരു ഒന്ന് അവിടെ ഉണ്ട്. ഇനി അടുത്തത് മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് അതിന്റെ മേലെയുള്ള ഈ പവറായ ഒന്നിനെ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് 1 × 2 2 raised to 2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കോളൂ, 3 raised to 1 × 2 3 raised to 2. അടുത്തതിലേക്ക് പോകുന്നു, 3 × 1 × 3 that is 3 into 5 into 1 into 3 3 into 2 raised to 1 into 5 raised to 1. നിങ്ങൾ നോക്കൂ എത്ര ഭംഗിയിലാണ് ഈ പ്രൈം നമ്പറിനെ ഇവിടെ വെച്ചുകൊണ്ട് ഇതേ സംഖ്യ ഇത് എത്രയാണോ നിങ്ങൾ ഗുണിച്ചാൽ കിട്ടുന്നത് അത് തന്നെയായിരിക്കും നിങ്ങളെ ചോദ്യത്തിലെ ഉത്തരവും ഗുണിച്ചാൽ കിട്ടുക. പക്ഷെ നമ്മളുടെ എന്തിനു വേണ്ടിയിട്ട് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി ഇതിനെ മാറ്റൽ നിർബന്ധമാണ്. എന്തിനാണ് പ്രൈം നമ്പറിന്റെ ഭാഗമാക്കുന്നത്? കാരണം ഒരു പ്രൈം നമ്പറിന്റെ മേലെ ഒരു നാച്ചുറൽ നമ്പർ നിങ്ങൾ എഴുതിയാൽ അതിനെത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഒരു +1 ചേർക്കലാണ്. ഇപ്പൊ 2 3 എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 3 3 4 ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 2 3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്, 8 ആണ്. ഈ 8 എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇതാ പഠിച്ചോളൂ. 8ന്റെ ഘടകങ്ങൾ 1 8 2 4 4 ഘടകങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ 8നെ 2 3 ആക്കിയിട്ട് ആ പവറിന്റെ കൂടെ 1 ചേർത്തിട്ട് ഘടകങ്ങളുടെ എണ്ണം കാണുന്നത്. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മളുടെ ചോദ്യം. നമ്മളുടെ ചോദ്യം ഈ സംഖ്യക്കുള്ള ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കലാണ്. ഇനി നമ്മളുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഈ പവർ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു ക്യാപ്പ് തൊപ്പി വെച്ചു കൊടുക്കുക. 2 + 1 2 + 1 ആയിട്ടില്ല. അതിന്റെ മുമ്പ് ചെറിയൊരു ജോലിയുണ്ട്. വെക്കാനായിട്ടില്ലേ ചെറിയ ജോലിയുണ്ട്. ഫെർമിൻ ജോസിന്റെ മൈക്ക് ഓഫ് ആയിപ്പോയി, അതാ പറ്റിയത്. ആരാധ്യ കേൾക്കാമോ? നമ്മളെ ഇവിടെ 2 raised to 2 എന്നത് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 2 raised to 1 ഉണ്ട്. ഈ 2 raised to 1 ഉം 2 raised to 2 ഉം ഫാമിലി മെമ്പേഴ്സ് ആണ്. മാത്രമല്ല ദേ ആർ ക്ലോസ് റിലേറ്റീവ്സ്. അപ്പൊ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിനെ നമ്മൾ എപ്പോഴും ഒന്നാക്കണ്ടേ? നമ്മൾ ജോലിയല്ലേ അത്. പിണങ്ങി നിൽക്കുന്ന ആരോ മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്നത് ആരാണ്? ഈ പിണങ്ങി നിൽക്കുന്ന ഈ 2 ആളുകളെയും അടുത്തേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങൾക്ക് a raised to m into a raised to n സമം a raised to m + n എന്ന കൃത്യങ്ക നിയമം ഉപയോഗിക്കാം. മൈക്ക് ഓൺ ചെയ്ത് പിടിച്ച കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അവരെ ഞാൻ റിമൂവ് ചെയ്യും, ഉറപ്പായിട്ട് റിമൂവ് ചെയ്യും. ഇവിടെ ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ 2 raised to 2 ഉം ഈ 2 raised to 1 ഉം 2ഉം 1ഉം കൂടി കൂട്ടിയിട്ട് 3 എന്ന് എഴുതണം. ഇൻറ്റു 3 raised to 2 3 raised to 3 ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് 3 raised to 2 + 3 എന്ന് എഴുതിയിട്ട് 5 എന്ന് എഴുതാം. ഇൻറ്റു 5 raised to 3 5 raised to 1 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 5 raised to 3 + 1 4 എന്ന് എഴുതാം. ഏകദേശം ജോലി കഴിഞ്ഞു. അതിനുശേഷം മക്കൾക്ക് ഇവിടെയൊക്കെ +1 എന്ന ക്യാപ്പ് വെച്ചു കൊടുക്കാം. പവറിന്റെ കൂടെ 1 കൂട്ടുന്നു. 1 എല്ലാ സംഖ്യയുടെയും ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് 1 വെച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാവൂ. എല്ലാം കുറുക്കി കൊണ്ടുവന്നതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ 5 + 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 4 + 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി നമ്മുടെ ഉത്തരമായി ആരാണ് മൈക്ക് ഓൺ ചെയ്ത് പിടിക്കുന്നത്? ഇവിടെ 4 × 5 20. 20നെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചാൽ
120. അപ്പൊ ഇവിടെ നമ്മൾക്കുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ ഉത്തരം ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ 6⁻² ഇൻറ്റു 15⁻³ ഇൻറ്റു 10 എന്നതിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഇവിടെ റെഡിയായി 120. മനാസ് കേൾക്കാമോ? മാനസെ കേൾക്കാമോ? യെസ്, കേൾക്കുന്നില്ല തോന്നുന്നു. ഇനി എല്ലാരോടും കൂടി എന്റെ ചോദ്യം, ഈ 120 കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ശരി, കോഹോസ്റ്റായ കുട്ടി പറയൂ. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു 120. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു കോഹോസ്റ്റ്? How many factors? How many factors? എത്ര ഘടകങ്ങളാണ് ഈ സംഖ്യക്കുള്ളത്? അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു 120. രണ്ടാമത്തെ ചോദ്യം വായിക്കുമോളെ. How many even factors? ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഈവൻ ഫാക്ടേഴ്സ് ചോദിക്കുന്നതെങ്കിൽ ഓഡ് ഫാക്ടേഴ്സ് ആദ്യം കണ്ടെത്തണേ. ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് ഈവനിലേക്ക് പോകുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറായ പ്രൈം നമ്പറിന്റെ മേലെയുള്ള ഘടകങ്ങൾ എത്ര എന്നാ ചോദ്യം. അതിനിതാ പിടിച്ചോളൂ, ഇവിടെ പിടിച്ചോളൂ. 5+1 3യുടെ മേലെയുണ്ട്, 4+1 5ന്റെ മേലെയുണ്ട്. 5+1 എന്ന് പറഞ്ഞാൽ 6 ആണ്, 4+1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 6 × 5 = 30 ഓഡ് ഫാക്ടേഴ്സ് ആദ്യം കണ്ടെത്തണം. പിന്നെ ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്താൻ സുഖമാണ്. ടോട്ടൽ 120 ഘടകങ്ങളിൽ നിന്ന് 30 ഘടകങ്ങളായ ഓഡ് ഫാക്ടേഴ്സ് അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന 90 ഈവൻ ഫാക്ടേഴ്സും കിട്ടി. 3 ചോദ്യത്തിന് ഉത്തരമായി ദേവപ്രിയ. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ 120. ഹൗ മെനി ഫാക്ടേഴ്സ്? 120. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം 90 കിട്ടുന്നതിന് മുമ്പ് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു 30 ഓഡ് ഫാക്ടേഴ്സ്, ഒറ്റ സംഖ്യാ ഘടകങ്ങൾ. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം 120 30 കുറച്ചാൽ കിട്ടുന്ന ഈവൻ ഫാക്ടേഴ്സ്, ഇരട്ട സംഖ്യാ ഘടകങ്ങൾ. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? നിങ്ങളെല്ലാം മൈക്കിനെന്തോ സമരാന്ന് തോന്നുന്നു. നിങ്ങളെല്ലാം ഫോണിലെ മൈക്ക് സമരത്തിലാണ്. നിങ്ങളോട് പിണക്കാൻ തോന്നുന്നു ഫോണിലെ മൈക്ക്. നല്ല കൃത്യമായിട്ട് മറുപടി പറയുന്ന ഒരു കുട്ടി മുന്നോട്ട്. നാലാമത്തെ ചോദ്യം എന്താണ്? ഉണ്ട്, അതൊക്കെ വിഴുങ്ങിപ്പോന്ന്, പറയുന്നതൊക്കെ വിഴുങ്ങിപ്പോന്ന്. എന്താണ്? നല്ല നെറ്റ്, നല്ല സൂപ്പർ ക്ലിയറിലെ നെറ്റ് ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ശബ്ദവും പുറത്തുനിന്നുണ്ടാവില്ല. സാരില്ല, ഞാൻ ചേർപ്പിലൊരു കുട്ടീനെ വിളിക്കട്ടെ. ചേർപ്പ് CNN. നാലാമത്തെ ചോദ്യം എന്താണ്? ഏതെങ്കിലും ഒരു പറയാൻ പറ്റുമോ എത്ര പ്രൈം ഫാക്ടേഴ്സ്? മനസ്സിലായി? ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് എന്നതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ എന്ന ചോദ്യം. എത്ര? ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് എന്നതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? 120 ആണോ സാർ? 120 ആണോ? 120 ടോട്ടൽ ഫാക്ടേഴ്സ്. ഓഡ് ഫാക്ടേഴ്സ് 30, ഈവൻ ഫാക്ടേഴ്സ് 90. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ഉണ്ട് എന്നാണ്. ഒറ്റ മിനിറ്റ്. പ്രൈം ആരാണ്? 3 ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? എനിക്ക് മനസ്സിലായില്ല അത്. എന്താ പേരെന്താണ്? അഭിജിത്ത്. അഭിജിത്ത്. എവിടെയാണ്? മാനന്തവാടി. ജീവിത
GVHS കുട്ടിയാണ്. ഈ 4 ക്വസ്റ്റ്യൻ ഒന്നുകൂടി വിവരിക്കണം എന്നല്ലേ പറയുന്നത്? രണ്ടാമത്തെ മാത്രം മതി. ശരിക്കട്ടെ, എല്ലാം ഒന്നിച്ച് തന്നെ തരാം. ഇനി ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. അതായത് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉള്ളത് മനസ്സിലായില്ല. എന്തൊക്കെ സംഭവം ഉള്ളത് മക്കളെ? ഒന്ന്, ഹൗ മെനി ഫാക്ടേഴ്സ്. അതിന്റെ ഉത്തരം ഞാനിവിടെ എഴുതട്ടെ തൽക്കാലം. 120. ഹൗ മെനി ഈവൺ ഫാക്ടേഴ്സ് കാണുന്നതിന് ഒറ്റസംഖ്യ ഘടകങ്ങൾ 30 എഴുതി. ഇരട്ടസംഖ്യ ഘടകങ്ങൾ 130 കുറച്ചപ്പോൾ കിട്ടിയ 90 കിട്ടി. ഇനി പ്രൈം ഫാക്ടേഴ്സ് 3 കിട്ടി. ഇങ്ങനെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരായി. ഇതൊന്നുകൂടി വിവരിക്കണം എന്നാണ് ഈ മക്കൾ പറയുന്നത്. വിവരിക്കാം, അതിനെന്താ പ്രശ്നം? ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത് 4 പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഞാൻ സഹായിക്കും. ആരാ? ആര്? ഇല്ല, മിണ്ടുന്നില്ല. പോട്ടെ, ശരി. എങ്കിൽ ഇതാ നോട്ട് ചെയ്തു. ആരാണ്? ഐഷ. ഐഷ റെഡിയാണോ പറഞ്ഞു കൊടുക്കാൻ? ഐഷ ഏത് സ്കൂളാ? മുട്ടിൽ WIUP. എങ്ങനെയാ ഞാന് ഇടപെടുന്ന? അത് ഒറ്റക്ക് പറഞ്ഞോളൂ. സഹായിക്കുകയാണെങ്കിൽ സഹായിക്കാം. എന്നാ ശരി, ഒന്നുകൂടി ഞാൻ അങ്ങ് പറഞ്ഞ, കാരണം നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം. 6⁻2 × 15⁻3 × 10 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്? നല്ല ചോദ്യമായിരുന്നു. ഇത് ആരോട് ചോദിക്കാം ഈ ചോദ്യം? കാരണം കുറച്ച് ഹയർ ലെവൽ ചോദ്യമാണ്. എന്തിനാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഹയർ ലെവൽ തരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെയുള്ള സമയമാണ് ഏത് ചോദ്യം ചെലവാകുന്ന സമയം. വൈകുന്നേരമുള്ള സമയം നല്ലത്. രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് പ്രശ്നമുള്ള ചോദ്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. നല്ലൊരു മനസ്സോടു കൂടിയാണ് ഇരുന്നാൽ മതി മക്കൾ. ഇവിടെ ആദ്യത്തെ ജോലി ഇതാണ്. കോമ്പോസിറ്റ് നമ്പേഴ്സിനെ പ്രൈം നമ്പർ ആക്കി മാറ്റുക. ഭാജ്യസംഖ്യയെ അഭാജ്യസംഖ്യയാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു എന്താ പറയാ അർത്ഥവ്യത്യാസം വരാതെ എന്ന് പറഞ്ഞാൽ ആൻസർ മാറിപ്പോകാതെ ചെയ്യാം. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആരേത് കാർപ്പന്റേഴ്സിന്റെ ജോലി ചെയ്യുന്നു അവിടെ. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. 15⁻3 3 × 5 all⁻3 എന്ന് എഴുതാം. 10 2 × 5 എന്ന് എഴുതാം. ഇവിടെ എല്ലാം ഓരോ പവർ ഉണ്ട്. അത് എഴുതിയില്ലെങ്കിലും എഴുതി വെച്ചോളൂ. ഇങ്ങനെ 2 എഴുതിയിട്ട് 1 2 2, 3 എഴുതിയിട്ട് 1 2 2, ഇവിടെയും 3 ഇവിടെ എഴുതിയിട്ട് 1 3 3, പുറത്തുള്ളതുകൊണ്ട് ഗുണിച്ചൂടല്ലേ. 5 എഴുതിയിട്ട് 1 3 3, പിന്നെ 2⁻1 5⁻1. കുടുംബക്കാരൊക്കെ അകന്ന് കിടക്കുന്നു. ഈ കുടുംബക്കാരൊക്കെ അടുത്തേക്ക് വിളിക്കുക. വിളിച്ചിട്ട് പറയുക 2⁻2, മേലുള്ള 2ഉം ഇവിടെയുള്ള മേലുള്ള 1ഉം കൂടി കൂട്ടിയാൽ 2⁻3 ഇൻറ്റു 3 3⁻2 + 3 that is 5 ഇൻറ്റു 5⁻3 + 1 that is 4. ജോലി കഴിഞ്ഞു. ഇവിടെ ഒരു +1 മാസ്ക്, ഇവിടെ ഒരു +1 മാസ്ക്, അല്ലെ ഇവിടെ ഒരു +1 ക്യാപ്. അങ്ങനെ 4 × 6 × 5 കിട്ടുന്നു. 6 5 30, 4 കൊണ്ട് ഗുണിച്ചാൽ 120. ടോട്ടൽ ഫാക്ടേഴ്സ് കിട്ടി. ഇനി ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഈവൺ ഫാക്ടേഴ്സ് പിന്നെ കാണാവൂ. ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്താൻ ഒരു പണിയുമില്ല. ഓഡ് നമ്പറായ പ്രൈം നമ്പറാണ് 3ഉം 5ഉം. അത് ഓഡ് സംഖ്യ, ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളായ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ആകെയുള്ള ഇരട്ട സംഖ്യ 2 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യ. അങ്ങനെ ആവുമ്പോൾ ഈ 3 എന്ന ഒറ്റ സംഖ്യയായ പ്രൈം നമ്പറിന്റെ മേലെയുള്ള 5 1ഉം ഇവിടെയുള്ള 4 1ഉം 5 1 6, 4 1 5, 6 5 30 ഓഡ് ഫാക്ടേഴ്സ് കിട്ടും. ഈവൺ ഫാക്ടേഴ്സ് കണ്ടെക്കാൻ ഈവൺ സംഖ്യന്റെ മുകളിലുള്ള കണ്ടാ പോരാ. ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഫാക്ടേഴ്സ് അങ്ങ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് തീർത്തും ഈവൺ ഫാക്ടേഴ്സ് ആയിരിക്കും. അല്ലാണ്ട് ഈവൺ നമ്പറിന്റെ മേലുള്ള ഇട്ട് കുടിക്കാൻ പോകരുത്. അപ്പൊ 90. ഇനി 4ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 4ാമത്തെ ചോദ്യം
എത്ര അഭാജ്യ സംഖ്യകൾ ഇവിടെ ഉപയോഗപ്പെടുത്തി എന്നതാണ്. എത്ര പ്രൈം നമ്പർ അടിയിലുണ്ട് എന്നതാണ്. ആ അടിയിലുള്ള പ്രൈം നമ്പറിന്റെ എണ്ണമാണ് ചോദിച്ചത്. അത് 3. ഇപ്പൊ പറയൂ, മനസ്സിലായോ? മനസ്സിലായി. ഇനി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കോഹോസ്റ്റ് ആക്കി തരാന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ധൈര്യമായിട്ട് വീഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റുന്ന കുട്ടികളൊക്കെ മുന്നോട്ട് വന്നോളൂ. നിങ്ങൾക്കുള്ള ചോദ്യം പിടിച്ചോളൂ, ഹോംവർക്ക് ആയിട്ട് എടുത്തോളൂ. ഈ ക്ലാസ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഞാൻ ഈ പറയുന്നതിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നിങ്ങൾ തയ്യാറാവണം. ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. ഹോംവർക്കാണ്, ഇപ്പൊ ഉത്തരം പറയണ്ട. ഇതേ മോഡല് പ്രാക്ടീസ് ചെയ്ത് കണ്ടാൽ മതി. 6⁻² into 2⁴ into 3. ഇതിൽ നിന്ന് എന്റെ 4 ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾ പറയണം. How many factors, how many odd factors, how many even factors, and how many prime factors. 4 ചോദ്യം. ഈ 4 ചോദ്യം വൃത്തിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും മത്സര പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന വേണം. അതിന്റെ ഹയർ ലെവൽ ചോദ്യമാണ് ഞാൻ രണ്ടും തരുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കൾ അത് ചെയ്തോളൂ. ഹൗ മെനി ഫാക്ടേഴ്സ്, ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ്, ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ്, ആൻഡ് ഹൗ മെനി പ്രൈം. ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമുള്ള ഒരു ചോദ്യവും കൂടി ഞാൻ തരികയാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. Which is the least number having 12 factors? ആരധ്യ, ആ ചോദ്യം ഒന്ന് വായിച്ച മോളെ. Which is the least number having 12 factors? എന്താ മോളെ അതിന്റെ മലയാളം? 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ. അതാണ്. 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ 72 ഒന്ന് ഉത്തരം എഴുതി വെക്കരുത് മക്കളെ. മാനസെ 49 നല്ല ഇപ്പൊ ടൈപ്പ് ഞാനിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഹോംവർക്ക് ആയിട്ട് എടുത്താണ്. 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ കടിക്കാൻ വേറൊരു സ്റ്റൈലാണ്. അത് മേലത്തെ സംഭവം പഠിച്ചതിന് ശേഷം താഴത്തെ പഠിക്കാം. പോകുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഈ ചോദ്യം ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഓരോ ടോപ്പിക്കിൽ ഒരു കാര്യം എടുക്കുമ്പോൾ ഒരു ഹോംവർക്ക് ഞാൻ മിക്കവാറും നിങ്ങൾക്ക് തരും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത 1-2 ചോദ്യങ്ങൾ ഒന്നുകൂടി പറയണം എന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 99ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം എന്ന് ചോദിച്ചു ഒരു കുട്ടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 99? അല്ലെങ്കിൽ ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. അതെങ്ങനെ വേറെ രീതിയിൽ ചോദിക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 99? ഓ, അങ്ങനെയും ചോദിക്കാം. രണ്ടും ഒരേ ചോദ്യം തന്നെയാണ്. രണ്ടും 2 പാത്രത്തിൽ തന്നെന്ന് മാത്രമേ ഉള്ളൂ. Which of the following number is exactly divisible by 99? താഴെ കൊടുത്തിരിക്കുന്ന നമ്പറില് 99 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഓപ്ഷൻ ആണ് അന്ന് ഞാൻ തന്നത്. 254 2,54,286 ആണോ? അതല്ലെങ്കിൽ 1,33,155 ആണോ? അതല്ലെങ്കിൽ 244 255 ആണോ? അതല്ലെങ്കിൽ 60 63 30 ആണോ? ഇതായിരുന്നു ചോദ്യം. ഇതാണ് കുട്ടികൾക്ക് സംശയം വന്നത്. ഇതിലേതാണ് 99ന്റെ ഗുണിതം? ഒരു സംഖ്യ 99ന്റെ ഗുണിതമാകണമെങ്കിൽ ആ സംഖ്യ
അല്ലെങ്കിൽ ഒരു സംഖ്യയെ 99 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആകണമെങ്കിൽ ആ സംഖ്യ 2 കണ്ടീഷൻ പാലിച്ചേ മതിയാവും. ഒരേ സമയത്ത് അത് 9-ന്റെയും അതേ സമയത്ത് 11-ന്റെയും ഗുണിതമായി മാറണം. ഒരേ സമയത്ത് 9-ന്റെയും 11-ന്റെയും ഗുണിതമായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് 9-നെയും 11-നെയും ഇത്രയും സംഖ്യ ഉണ്ടായിട്ട് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം മക്കളെ? 9 into 11, 99. അതായത് 9 into 11 is equal to 99 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 99 നേരിട്ട് അങ്ങ് ഫിറ്റ് ചെയ്തുകൂടെങ്കിലും ഹരിച്ചു നോക്കാം. പക്ഷെ ഹരിച്ചു നോക്കിയതിന് പകരം പെട്ടെന്ന് മനക്കണക്കായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ 9-ന്റെയും 11-ന്റെയും മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 9-ന്റെയും 11-ന്റെയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ പരീക്ഷയ്ക്ക് എനിക്കാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുക 11-ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ 11-ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവും. നോക്കോളെ, 11-ന്റെ മൾട്ടിപ്പിൾ കണ്ടെത്താനുള്ള മാർഗം ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇപ്പൊ 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 8. നിങ്ങൾക്കറിയാം 2 + 4 + 8 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. പറഞ്ഞോളൂ. 14. 14. 14 ഇനി ഒന്നിടവിട്ട സംഖ്യയാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള സംഖ്യകളാണ് 5 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ ഇവിടെ 6. അതും ഒന്നിടവിട്ട സംഖ്യകളാണ്. അപ്പോൾ ആരാണ് ആടാ കളിക്കുന്നത് നോക്കണേ. അപ്പൊ 5 + 2 + 6 വേറെയും കൂട്ടുക. ഒന്നിടവിട്ട സംഖ്യകളായ 2ഉം 4ഉം 8ഉം കൂട്ടി, പിന്നെ 5ഉം 2ഉം 6ഉം കൂട്ടി, 6ഉം 2 8 13 ആണ്. 14 എന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 11-ന്റെ മൾട്ടിപ്പിൾ ആകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കൂട്ടി കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 0ലേക്ക് വരികയോ അതല്ലെങ്കിൽ 11-ന്റെ മൾട്ടിപ്പിൾ ആകുകയോ ചെയ്താൽ മതി. എങ്കിൽ മാത്രമേ 11-ന്റെ മൾട്ടിപ്പിൾ ആവൂ. നിങ്ങൾ രണ്ടാമത്തേലേക്ക് കയറി വെക്കൂ. രണ്ടാമത്തെ സംഖ്യയിലേക്ക് വന്നു നോക്കൂ. 3 + 1 4, 4 + 5 9. ആഹാ, അടുത്ത നോക്കോളെ. 3 + 1 4, 4 + 5 9. 9 9 കുറച്ചാൽ 0. അപ്പോൾ ഇവിടെ 11-ന്റെ മൾട്ടിപ്പിൾ ആയ ഒരു സംഖ്യ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഈ സംഖ്യയാണ്. പക്ഷേ 11-ന്റെ മൾട്ടിപ്പിൾ ആയാൽ മാത്രം മതിയോ? 11-ന്റെ മൾട്ടിപ്പിൾ ആയാൽ മാത്രം മതിയോ? 9-ന്റെ മൾട്ടിപ്പിൾ ആവണം. 9-ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാൻ ഒരു പണിയില്ല മക്കളെ. 9-ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാനുള്ള എളുപ്പമാർഗം തന്നാൽ ഈ സംഖ്യകൾ അങ്ങ് കൂട്ടുക. അതിനാദ്യത്തെ കൂട്ടലിന് പറയുന്ന പേരാണ്, ഒരു സംഖ്യ ആദ്യത്തെ സമ്മ് കാണുന്നതിന് പറയുന്ന പേരാണ് സം ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഏത് വലിയ സംഖ്യ ആയിരിക്കില്ല, അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് ഏത് വലിയ സംഖ്യ ആയാലും ആദ്യം കൂട്ടിക്കിട്ടുന്നത് 3 ഡിജിറ്റോ 4 ഡിജിറ്റോ എത്രയായില്ല, അതാണ് അക്കങ്ങളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ്. ഇനി അത് കുറുക്കി കുറുക്കി ഒരക്കത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ അക്കത്തുക എന്ന്. എവിടെ നോക്കോളൂ. 3ഉം 1ഉം 4, 4ഉം 3 7, 7ഉം 8, 8ഉം 10ഉം 18. നിങ്ങൾക്കറിയാമല്ലോ 18 9-ന്റെ മൾട്ടിപ്പിൾ എന്ന സത്യം. അങ്ങനെയാണെങ്കിൽ ഇത് 9ാം ക്ലാസ്സിലും പാസ്സായി, അതേ സമയത്ത് 11ാം ക്ലാസ്സിലും പാസ്സായ കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 133 155 എന്നതാണ് ശരി. ഇനി ഞാൻ എന്തുകൊണ്ടാണ് 11 ചെക്ക് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം, ആദ്യത്തെ സംഖ്യയൊക്കെ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് അറിയാം അതെല്ലാം 9-ന്റെ മൾട്ടിപ്പിൾ ആയി തരിക. ഇതിൽ 3 ഇതെല്ലാം 9-ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യതയുള്ള സംഖ്യ. കൂട്ടിയാൽ 9 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കൂട്ടിയാൽ 9-ന്റെ മൾട്ടിപ്പിൾ കിട്ടിയാൽ മതി. അത് കിട്ടുമെങ്കിലും 11-ന്റെ മൾട്ടിപ്പിൾ ആയത് ഇയാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 99-ന്റെ മൾട്ടിപ്പിൾ ആയ സംഖ്യ ഈ പറഞ്ഞ സംഖ്യയാണെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏകസ്വരത്തിൽ യെസ് എന്ന് പറയാം.
Yes, Yes, നമുക്ക് ഇത് വിവരിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഒന്നുകൂടി യൂട്യൂബിൽ വരുമ്പോൾ കാണുക. കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ വിളിക്കാം, നേരിട്ട് വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. 8686171729 എന്ന നമ്പറിൽ വിളിക്കാം. ഓർക്കാൻ സുഖമാണ്. എന്താണ് ഈ നമ്പറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 8686171729. Here the 1729 is Ramanuja number. Here the middle number 17 is a prime number. 8686 you will get 28. 8 plus 6, 8 plus 6, 28. 28 is a perfect number. What is a perfect number? Let us check what is a perfect number. A perfect number, 6 is the least perfect number. What are the factors of 6? 1, 2, 3 and 6. Here 6 is a factor of 6. And 1 plus 2 plus 3 you will get 6. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പർ ഓർ അനഘസംഖ്യ എന്ന്. മലയാളത്തിൽ പരിപൂർണ സംഖ്യ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അതില് 6ന്റെ കൂട്ടത്തിൽ വരുന്ന തൊട്ടടുത്ത അനഘസംഖ്യയാണ് 28. 28. The factors of 28 are 1, 2, 4, 7, 14 and 28. കണ്ടോ, ഇതൊക്കെ ഗുണിച്ചാൽ കിട്ടൂല 28. 1 × 28, 2 × 14, 4 × 7 ഒക്കെ 28 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 28നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് മാത്രം മക്കളൊന്ന് കൂട്ടി വെക്കൂ. 1 plus 2 3 plus 4 7, 7 plus 7 14, 14 plus 14 is equal to 28. അപ്പോൾ അടുത്ത ഈ പെർഫെക്റ്റ് നമ്പർ മൂന്നാമത്തെ ആളാരാണെന്ന് പറഞ്ഞാൽ 496 ആണ്. പെർഫെക്റ്റ് നമ്പർ പരിശോധിക്കുകയില് ഇതിന്റെ അവസാനത്തെ സംഖ്യ 6ഓ 8ഓ ആയിരിക്കും. 6, 8 എല്ലാം പെർഫെക്റ്റ് നമ്പർ എന്നല്ലേ, വേറെ കാര്യം. ഇനി നാലാമത്തത് 8128 ആണ്. 4 പെർഫെക്റ്റ് നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പെർഫെക്റ്റ് നമ്പറിന്റെ ചോദ്യങ്ങൾ വരിക ഇങ്ങനൊന്നും ആയിരിക്കില്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പെർഫെക്റ്റ് നമ്പറിന്റെ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. What is the sum of the factors of 496 except 496? അങ്ങനെയാ ചോദിക്കുക. ആരാധ്യ ഒരു അബദ്ധം പറ്റി. ഈ 496 2 പ്രാവശ്യം എഴുതിപ്പോയി. ആരാധ്യ ആ ചോദ്യം ഒന്ന് വായിച്ചേ. What is the sum of factors of 496? Except ബാക്കി കൂടി ചേർത്ത് വായിക്കേ. What is the sum of the factors of 496 except 496? എന്താണ് ഈ എക്സെപ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? എന്താ മക്കളെ എക്സെപ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഒഴികെ. 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു പറയാം ആൻസർ. 496 തന്നെയാണ്. അത് കാരണം ബിക്കോസ് 496 ഈസ് എ പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പറിന്റെ ചോദ്യങ്ങൾ വേറെ രീതിയിലും വരാറുണ്ട്. ഒരിക്കല് ഞാനൊരു മത്സര പരീക്ഷയ്ക്ക് കണ്ടു. ആ മക്കൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതും ഒരു രസമുള്ള ചോദ്യമാണ്. ഹോംവർക്കായിട്ട് എടുത്തോളൂ, അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും all the factors of 28.
28ന്റെ എല്ലാ ഘടകങ്ങളുടെയും റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഉൽക്രമങ്ങളുടെ തുകയെത്ര? ഇംഗ്ലീഷ് വേണ്ടിയിരുന്ന് എനിക്കറിയാം, ഇംഗ്ലീഷ് പറയാം. തുക എത്ര? What is the sum of the factors of all factors of the reciprocal of 28? ഇരുപത്തിയെട്ടിന്റെ എല്ലാ ഘടകങ്ങളുടെയും ഉൽക്രമങ്ങളുടെ തുക എത്ര? ഇതും ഹോംവർക്കാണ്, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. യെസ്, ഇന്ന് കുറച്ച് നേരത്തെ എനിക്ക് പോകേണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്ര വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങളായിട്ട് നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. നാളെ വെള്ളിയാഴ്ച രാവിലെ 5:30 മുതൽ 6:30 വരെ ക്ലാസ് ഉണ്ട്. മക്കൾ ആ ക്ലാസ്സിലിരിക്കുക. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് ക്ലാസ് ഇല്ല. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ക്ലാസ് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ മക്കൾക്ക് ഈ പ്രാവശ്യം ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് ഇന്നും നാളെയായിട്ട് ക്ലാസ് വെച്ചിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ സമയങ്ങളൊക്കെ തലേ ദിവസമാണ് അറിയിക്കുക. പേരൻസിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫോണിൽ തലേ ദിവസമൊക്കെ മെസ്സേജ് വന്നിക്കുമോ എന്നൊക്കെ നോക്കുക. 3-4 കുട്ടികൾക്ക് എന്നെ നേരിട്ട് വിളിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ മത്സര പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. ആ കുട്ടികൾ അത് നോക്കിയിട്ട് അവരെ ഞാൻ നമ്മുടെ അഡ്മിൻ ഓൺലിയാണ് നമ്മുടെ ഗ്രൂപ്പെങ്കിലും അവരെ നമുക്ക് അഡ്മിനാക്കി കൊടുക്കാം. അവർക്ക് ചോദ്യങ്ങൾ 3-4 ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ആരാധ്യ ഒരിക്കലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ ആരാധ്യ ഒന്ന് രംഗത്ത് വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് മുന്നോട്ട് വരിക സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇട്ടിട്ടുണ്ടോ? ഇന്നലെ ആരാധ്യ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആരാധ്യ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ആരാധ്യ എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻ കൊടുക്കണം. ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്, ഇഷ്ടംമാതിരി തരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഓരോ പാഠം കഴിയുന്നത് നമുക്ക് കൊടുക്കാം. എല്ലാ ആപ്ലിക്കേഷനിലും ചോദ്യങ്ങളാണ് തരിക. അതാണ് നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് വരിക. ഇത്തരം ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ക്ലാസ് നടക്കുന്ന എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് എളുപ്പമാകും. പ്രത്യേകിച്ച് USSന്റെ കുട്ടികൾക്ക് ആദ്യത്തെ ടോപ്പിക്ക് സമാന്തര വരകൾ പാരലൽ ലൈനിൽ ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തരിക. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും. അതുപോലെ രണ്ടാമത്തെ USSന്റെ ടോപ്പിക്കാണ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഫ്രാക്ഷൻ. മൂന്നാമത്തെ ട്രയാങ്കിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് 3 യൂണിറ്റും എടുത്തിട്ടുണ്ടാവണം സ്കൂളിൽ. അതുപോലെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആദ്യത്തെ സ്ക്വയർ നമ്പേഴ്സ് ആണ്. മത്സര പരീക്ഷയ്ക്ക് സ്ക്വയർ നമ്പേഴ്സ് എന്നൊരു ചോദ്യം ഉണ്ടാവും എന്തായാലും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പർ, അതൊരു ടോപ്പിക്ക് തന്നെയാണ്. നമുക്ക് എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.